ഗൈസ്, നമ്മളിപ്പോൾ ഒരു കിറ്റ് കാറ്റ് ബ്രേക്കിലാണ്. അതായത് സത്യം പറഞ്ഞപ്പോൾ നമുക്ക് ബോറടിച്ചിരിക്കുക, യുണൈറ്റഡിൻ്റെ കളിയൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് റൂമേഴ്സിന് യാതൊരു കുറവുമില്ല. അതായത് പല പ്ലെയേഴ്സിനും നമ്മൾ ലിങ്ക് ആവുന്നു. അതിൽ രണ്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ലിങ്ക് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഒന്ന് ബലേബ, പിന്നെ ഒന്ന് ടൊണാലി. ഞാൻ ടൊണാലി ബലേബയുടെ ന്യൂസ് കാണുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് 100 മില്യൻ്റെ മുകളിലുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് അതിനേക്കാട്ടും ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. ആ സ്പെസിഫിക് പ്ലെയർ നമ്മൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം ഈ വീഡിയോയിൽ. അതിന് കൂടെ തന്നെ ഞാനിവിടെ പറഞ്ഞൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെറുതെ ഹൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റൂമർ കൊണ്ട് മാത്രമല്ല. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സംഭവം, ഈ 3 മിഡ്ഫീൽഡേഴ്സ്, അതായത് ഞാൻ പിക്ക് ചെയ്തൊരു മിഡ്ഫീൽഡർ ഉണ്ട്, അതിന് കൂടെ ടൊണാലി, ബലേബ, ഈ 3 മിഡ്ഫീൽഡേഴ്സിന് സ്റ്റാറ്റ്സ് വെച്ചുകൊണ്ട് അവരുടെ നമ്പേഴ്സ്, ഈ സീസണിലെ നമ്പേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായും നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണുക. അതിനുശേഷം നിങ്ങളുടെ കോമൻറ്റ്സ് എന്തായാലും രേഖപ്പെടുത്തുക, വിച്ച് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിന്. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ്. ഇത് എൻ്റെ ടേക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം, അതായത് ഞാനിപ്പോൾ 100 മില്യൻ്റെ കാര്യമൊക്കെ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അതായത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരു ഡീപ്പ് ലൈങ് പ്ലേ മേക്കർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നം ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല. അതായത് നമ്പർ ഓഫ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഇഷ്യൂ അല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി, ആ മിഡ്ഫീൽഡേഴ്സിനൊന്നും അധികം ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡീപ്പ് ലൈങ് പ്ലേ മേക്കറുടെ കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ കോബി മെയിൻ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ കോബി മെയിനു എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡീപ്പ് ലൈങ് പ്ലേ മേക്കർ അല്ല. കോബി മെയിനു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഡ്രിബിൾ ചെയ്യാനും അതേപോലെ തന്നെ പോക്കറ്റ് ഓഫ് സ്പേസ് കണ്ടെത്തിക്കൊണ്ട് മൂവ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറാണ്. ആസ് എ നമ്പർ 8 ആണ് കോബി മെയിനു എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കസമിറോൻ്റെ ഡിക്ലൈനും ഉഗാർത്തിൻ്റെ തീരെ മോശം പെർഫോമൻസും, പിന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിൽ നിന്നൊന്നും അത്ര വലിയ പ്ലേയേഴ്സ് വന്നിട്ട് പെർഫോം ചെയ്തിട്ടില്ല. സോ ആ ഒരു മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറാണ്. ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ എന്ന് പറഞ്ഞാൽ പ്രസ് റെസിസ്റ്റൻ്റ് ആവണം. അതേപോലെ തന്നെ നമ്മുടെ കളിയുടെ ടെമ്പോ, അതായത് നമ്മുടെ കളിയുടെ സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആവണം. അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഈ പ്ലെയറിനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ മുമ്പിൽ വന്നൊരു പേര് സാൻഡ്രോ ടൊണാലി ആയിരുന്നു. അതായത് ഇപ്പോൾ ന്യൂകാസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള സാൻഡ്രോ ടൊണാലി. അയാൾക്ക് ഏകദേശം 25 വയസ്സാണ് പ്രായം, 181 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്കറിയാം സാൻഡ്രോ ടൊണാലി ഒരു കിടിലൻ ഫുട്ബോളറാണ്, ഇല്ല ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ്. പിന്നെ മൂപ്പരൊരു എൻ്റെ അഭിപ്രായത്തിൽ മൂപ്പരൊരു ബോക്സ് ടു ബോക്സ് പ്രൊഫൈലാണ്. നന്നായിട്ട് പ്രസ് ചെയ്യും, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കയറിപ്പോയിട്ട് അറ്റാക്കിംഗ് ഫേസിലൊക്കെ ഇൻപുട്ട് തരുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയറാണ് ടൊണാലി. അതിന് കൂടെ തന്നെ മൂപ്പർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലൊക്കെ തന്നെയാണ്, ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് ടൊണാലി എന്ന് നമുക്ക് കാണുന്നുണ്ട് പിച്ചിൽ. അതിൻ്റെ കൂടെ തന്നെ വലിയൊരു ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് മൂപ്പർ. അതായത് ഇനി ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവണം അങ്ങനത്തെ സംഭവമൊന്നും ടൊണാലിക്കില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 100 മില്യൻ്റെ മുകളിലുള്ള ട്രാൻസ്ഫർ ഫീ ആണ്. കാരണം നമുക്കറിയാം ന്യൂകാസിൽ ഒരിക്കലും ഈസിയാക്കി തരാൻ പോകുന്നില്ല. ന്യൂകാസിൽ മിനിമം 100 to 120 മില്യൺ അല്ലെങ്കിൽ 120 മില്യൺ അടുത്ത് എന്തായാലും ന്യൂകാസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നൊരു സംഭവം, ഇനി മൂപ്പരുടെ സ്റ്റാറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത് മൂപ്പരുടെ ഹീറ്റ് മാപ്പാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഈ കാണുന്നതാണ് സാൻഡ്രോ ടൊണാലിൻ്റെ ഹീറ്റ് മാപ്പ്. ഇതിൽ എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാൻഡ്രോ ടൊണാലി കൂടുതൽ ഓക്യുപ്പൈഡായിട്ട് നിൽക്കുന്നത് ആ സെൻട്രൽ ഏരിയയിലാണ്. ശരിയാണ്, ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറാണ്. പക്ഷേ എന്നിരുന്നാലും ഡീപ്പിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് പന്ത് ക്യാരി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊരു ഡ്രൈവ് ഈ ഹീറ്റ് മാപ്പിൽ എനിക്ക് കാണുന്നില്ല. ഒരു പിച്ചിൽ ഓവറോൾ നിന്ന് കളിക്കുന്നു. അതായത് ഒരു നമ്പർ 8 എങ്ങനെയാണോ കളിക്കേണ്ടത് അതേ ഒരു അവസ്ഥയിൽ തന്നെ ഓവറോൾ പിച്ചിൽ നിറഞ്ഞു കളിക്കുന്ന ഒരു പ്ലെയറാണ് ടൊണാലി, എസ്പെഷ്യലി ആ സെൻട്രൽ പാർട്ടിൽ. അപ്പോൾ ഇതാണ് എനിക്ക് ടൊണാലിൻ്റെ ഹീറ്റ് മാപ്പ് എന്ന് മനസ്സിലായത്. അപ്പോൾ എൻ്റെ കീ ചോദ്യം, അതായത് കീ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൊണാലി സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു പ്രൊഫൈൽ ഓഫ് മിഡ്ഫീൽഡർ ആണോ എന്നുള്ളതാണ്. പേര് ഭയങ്കര ഗ്ലാമറാണ്, ഗ്ലിറ്റർ ആണോ ഒക്കെ പറയുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അടിപൊളി പ്ലെയർ ആണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ യുണൈറ്റഡിന് വേണ്ട ഒരു പ്രൊഫൈൽ ആണോ സാൻഡ്രോ ടൊണാലി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് സാൻഡ്രോ ടൊണാലി ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയിട്ടാണ് ഞാൻ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ കണ്ടത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനി നമുക്ക് മൂപ്പരുടെ സ്റ്റാറ്റ്സിലോട്ട് പോകാം. അതായത് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ്, അതേപോലെ തന്നെ പാസിംഗ് റേഞ്ച് സംഭവങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും, ലിസാൻഡ്രോ ടൊണാലി ഈ സീസണിൽ ഗോളൊന്നും അടിച്ചിട്ടില്ല. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഗോൾസിലൊക്കെ അധികം മൂവ്മെൻറ്റിലൊന്നുമല്ല. പക്ഷേ മൂപ്പർ ഓൾറെഡി 2 അസിസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലോങ് ബോൾസ് കൊടുക്കുന്നതിൽ നല്ലതാണ്, എക്സ്പെക്റ്റഡ് അസിസ്റ്റ് നല്ലതാണ്. പിന്നെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും സാൻഡ്രോ ടൊണാലി ആക്ച്വലി നല്ലൊരു പ്ലെയറാണ്.
അതിൻ്റെ കൂടെ തന്നെ മൂപ്പരുടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് നമുക്കിവിടെ സ്റ്റാറ്റ്സ് കാണാൻ പറ്റും. അതിൽ തന്നെ ടാക്കിൾസ് ഒക്കെ മൂപ്പര് നന്നായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഉള്ളത് മൂപ്പരുടെ സക്സസ്ഫുൾ ഡ്രിബിൾസ് ആണ്. ഡ്രിബിൾസ് ആക്ച്വലി മൂപ്പര് നന്നായിട്ട് ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഡിവൽസ് വിൻ ചെയ്യുന്ന പ്ലെയറാണ്. 2.7 ഒക്കെ ഡിവൽസ് വിൻ ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ഡിവൽസ്, ഏരിയൽ ഡിവൽസ് വിൻ ചെയ്യുന്ന പ്ലെയറാണ്. അതിന് കൂടെ തന്നെ മൂപ്പര് അധികം പൊസിഷൻ ലൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ആകെ 11 തവണയാണ് ലൂസ് ചെയ്യുന്നത്. പിന്നെ അധികം ഫൗൾ ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറും കൂടിയാണ്. അതായത് ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൗൾ ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ് ടൊണാലി. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊണാലി നമുക്ക് വേണ്ട ഒരു പ്രൊഫൈലാണോ? ആണ്. പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് വേണ്ടത് ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു പ്രൊഫൈലിലോട്ട് ടൊണാലി ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കുള്ളത് ഈ സ്റ്റാറ്റ്സ് കാണുമ്പോൾ എനിക്ക് വളരെ ഒരു യെസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഇയാളുടെ പോസിറ്റീവ്സ് നമ്മൾ കണ്ടു. അതായത് വളരെ ഒരു കിടിലൻ ഫുട്ബോളറാണ്. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്, പന്ത് കാലിൽ വെക്കുന്ന ഒരാളാണ്, ലോങ് റേഞ്ച് പാസസ് ഉള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓൾറെഡി 25 വയസ്സായി. അതിന് കൂടെ തന്നെ ന്യൂകാസിൽ ഒരിക്കലും ഒരു 100-120 മില്യൻ്റെ താഴെ അവർ ചോദിക്കാൻ പോകുന്നില്ല. മിനിമം നമ്മളൊരു 100 മില്യൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ വലിയൊരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരുടെ ഗാംബ്ലിംഗ് ബാനാണ്. അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും, സാൻഡ്രോ ടൊണാലി ഒരു ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ബാനിൽ കൂടെ കടന്നൊരു പ്ലെയറാണ്. അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മുടെ യുണൈറ്റഡ് ടീമിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മീഡിയ സർക്കസ്, സ്ക്രൂട്ടണി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ സാൻഡ്രോ ടൊണാലി നമ്മുടെ ടീമിലോട്ട് വരികയാണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ബി ദ റീപ്ലേസ്മെൻറ്റ് ഫോർ കോബി മേനു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ 100 മില്യൻ്റെ മുകളിൽ 25 വയസ്സ് പ്രായമുള്ള ഒരു പ്ലെയർക്ക് സ്പെൻഡ് ചെയ്യുന്നത് ഇനിയോസിൻ്റെ ഒരു ട്രാൻസ്ഫർ സ്ട്രക്ചറിലോട്ട് യെസ് എന്ന് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ വെർഡിക്റ്റ് ഇതാണ്, മിറാജ് എന്ന എൻ്റെ വെർഡിക്റ്റ് ഇതാണ്. അടിപൊളി പ്ലെയറാണ്, പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. പക്ഷേ അറ്റ് ദിസ് ടൈം ഐ ഫീൽ ഹീസ് എ റോങ് പ്രൊഫൈൽ. നമ്മുടെ ടീമിലോട്ട് മിഡ്ഫീൽഡിലോട്ട് വരാൻ പറ്റിയ ഒരു റോങ് പ്രൊഫൈലാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ആസ് നമ്മൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യാണ്, ഒരു വലിയ സ്ക്വാഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, നമ്മൾ ഭയങ്കരമായിട്ട് സ്പൈസ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഐ വുഡ് ബി ലൈക്ക് ഓക്കെ ഫൈൻ. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് വിൽ ബി ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ. പിന്നെ നമ്മൾക്ക് എത്രയായിരിക്കും ബഡ്ജറ്റ്, പിന്നെ SCRനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഇറ്റ് വിൽ ബി എ ഗുഡ് വാച്ച്. കാരണം എന്താണ് റൂൾ മാറിനെ കുറിച്ചൊക്കെ പറയുന്ന സംഭവമാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് കാർലോസ് ബലേബ. അതായത് നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കഴിഞ്ഞൊരു കൊല്ലം മുമ്പേ ലിങ്കായ പ്ലെയറാണ് കാർലോസ് ബലേബ. ഓൾമോസ്റ്റ് 90% നമ്മൾ ഉറപ്പിച്ചതാണ് ബലേബ ഇങ്ങോട്ട് വരുന്നുള്ളത്. ഇപ്പോഴും ആ പേര് നമ്മുടെ ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. നമ്മളിപ്പോഴും വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ് ബലേബ. മിക്കവാറും ബലേബ യൂണിറ്റിൽ എൻഡപ്പ് ആവുന്നുള്ളത് എല്ലാവരും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ബലേബിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കാം. അതിനുശേഷം ഞാൻ പിക്ക് ചെയ്ത മിഡ്ഫീൽഡോട്ടിൽ പോവാം. ബലേബ നമുക്കറിയാം ബ്രൈറ്റൻ്റെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ ബോക്സ് ടു ബോക്സ് ആയിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. വളരെ എന്താ പറയുക, വെർസറ്റൈലാണ്. രണ്ട് ഇതും നമ്പർ 8 ആയിട്ടും കളിക്കാൻ പറ്റും, നമ്പർ 6 ആയിട്ടും കളിക്കാൻ പറ്റും. പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ പവർ ഹൗസ് ആണ്, നമുക്കറിയാം. അതായത് വളരെ പവർഫുൾ ആണ്. പിന്നെ ലെഫ്റ്റ് ഫൂട്ടഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യും. അതായത് ഒപ്പോണൻസിനെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്ന പ്ലെയറാണ്. പിന്നെ നന്നായിട്ട് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. അതായത് ടൊണാലിലുള്ള അതേ ഏകദേശം ആട്രിബ്യൂട്ട്സ് തന്നെ ഈ ബലേബയിലുണ്ട്. 22 വയസ്സ് മാത്രം പ്രായം. സോ അതുകൊണ്ട് തന്നെ ഇനിയോസിൻ്റെ സ്ട്രക്ചറിലോട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നൊരു പ്ലെയറാണ്. അതേപോലെ തന്നെ ഒരു പ്രോഗ്രസീവ് കാരിയറാണ് ബോളിൻ്റെ. അതായത് മിഡ്ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫെൻസീവ് മിഡിൽ നിന്ന് അറ്റാക്കിംഗ് മിഡിലോട്ട് അല്ലെങ്കിൽ ഒഫെൻസീവ് മിഡിലോട്ട് ബോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ബലേബ എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ബലേബ യുണൈറ്റഡിനായിട്ട് ലിങ്ക് ആയതിനു ശേഷം മൂപ്പരുടെ മെൻറ്റാലിറ്റി വളരെയധികം മോശമായിട്ടുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിനുള്ള റീസൺ എന്നല്ല, അതിനുള്ളൊരു എൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. അയാളുടെ ഹീറ്റ് മാപ്പ് എടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ബലേബയുടെ ഹീറ്റ് മാപ്പ്. നിങ്ങൾ ടൊണാലിൻ്റെ ഹീറ്റ് മാപ്പും ബലേബയുടെ ഹീറ്റ് മാപ്പും എടുത്ത് നോക്ക്. ബലേബ സത്യം പറഞ്ഞാൽ കളികളിൽ ഇൻവോൾവ് ആവുന്നേ ഇല്ല. ആ സെൻറ്റർ ഓഫ് ദ പിച്ചിൽ കുറച്ച് ബോൾ വിൻ ചെയ്യുന്നതല്ലാതെ വേറെ ഒരു സൈഡിൽ നിന്നും, അല്ലെങ്കിൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ആയാലും ഒഫെൻസീവിൽ തീരെ ഇല്ല, കാണാൻ പറ്റുന്നില്ല ബലേബയുടെ കയ്യിൽ നിന്നും. അത് നമ്മൾ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, അത് ശരിയാക്കുന്ന ഒരു സംഭവമാണ് സ്റ്റാറ്റ്സ്. അതായത് ബലേബയുടെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗോൾസ് ഒന്നും അടിച്ചിട്ടില്ല, അതേപോലെ തന്നെ അസിസ്റ്റ് ഒന്നുമില്ല, ലോങ് ബോൾസ് വളരെ വീക്കാണ്, ക്രോസിങ്ങിൻ്റെ സംഭവം തീരെ ഇല്ല, ബിഗ് ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇൻ്റർസെപ്ഷൻസ്, ടാക്കിൾസ്, അതേപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനിൽ ബലേബ നല്ലതാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ
ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്ത് എടുത്താലും ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തൊക്കെ എടുത്താലും ബലേബ വളരെ പുറകിലാണ് ടൊണാലിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഈ ഒരു സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ ഈ സീസണിലെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് ബലേബനെ നമ്മൾ 100 മില്യൺ കൊടുത്ത് വാങ്ങണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ ഈസ് എ സ്ട്രേറ്റ് നോ അല്ലെങ്കിൽ എ ബിഗ് നോ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് ബലേബ ഈ ടീമിൽ വരണമെന്നുണ്ടോ? ഈ വർഷത്തെ സ്റ്റാറ്റ്സും അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ട പ്രൊഫൈലാണോ ബലേബ എന്ന് വെച്ചിട്ടും ബലേബ ഈ ടീമിൽ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോമൻറ്റ് യുവർ ഒപ്പീനിയൻസ്. പിന്നെ എൻ്റെ ഒരു വലിയൊരു റെഡ് ഫ്ലാഗ് ബലേബയ്ക്കുള്ളത് മൂപ്പരുടെ മെൻറ്റാലിറ്റി തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീമിൽ വന്നു, 100 മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്തു ബലേബയ്ക്ക്, എന്നിട്ട് നമ്മുടെ ടീമിലോട്ട് വന്നു. ലെറ്റ്സ് ഒരു 2 years 3 years കഴിഞ്ഞിട്ട് റയൽ മാഡ്രിഡ് ഒക്കെ വരികയാണ്. ഫോർ എക്സാമ്പിൾ റയൽ മാഡ്രിഡ് ഒക്കെ വരികയാണ്, ഞങ്ങൾ ഇത്ര മില്യൺ തരാം, 100 മില്യൺ തരാം ബലേബയ്ക്ക്, നിങ്ങൾ അവർ ഞങ്ങൾക്ക് വിട്ടുകയാണെന്ന് പറയുകയാണ്, മാഞ്ചസ്റ്റർ പറയാൻ പറ്റുന്നില്ല പറയുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ബലേബ റിയാക്ട് ചെയ്യുക? ഇതാണ് എൻ്റെ ഫസ്റ്റ് തോട്ട് ബലേബിനെ കുറിച്ചിട്ടുള്ളത്. സോ ബലേബയുടെ മെൻറ്റാലിറ്റി ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എൻ്റെ മുമ്പിൽ. ബട്ട് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. എൻ്റെ വെടിയിട്ട് ഞാൻ പറയാം, ഏജ് കറക്റ്റാണ്, പ്രൊഫൈൽ ഓൺ ദ പേപ്പർ റൈറ്റ് പ്രൊഫൈലാണ്. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ഈ ഒരു മൊമെൻറ്റിൽ 100 മില്യൺ പ്ലസ് കൊടുത്തുകൊണ്ട് ബലേബ ഇനിയോസ് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എന്താ അറിയോ? അതായത് 100 മില്യൺ ബലേബയ്ക്ക് ചോദിക്കുന്ന ബ്രൈറ്റൺ ആണോ പൊട്ടന്മാർ, അതോ 100 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാണോ പൊട്ടന്മാർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് ഞാൻ ബലേബിനെ കുറിച്ചിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ പ്ലെയർ, അതായത് ഞാൻ പിക്ക് ചെയ്ത പ്ലെയർ. ആരാണ് നമുക്ക് വേണ്ടത്? ഒരു ഡീപ്പ് ലൈങ് പ്ലേ മേക്കർ, പ്രസ് റെസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആൾ, ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ, അതിന് കൂടെ തന്നെ എൻ്റെ കണ്ണിൽ നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ ടെമ്പോ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ മിഡ്ഫീൽഡിൻ്റെ അല്ലെങ്കിൽ കളിയുടെ സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. അത് ആരാണെന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. സോ അങ്ങോട്ടാണ് ഞാൻ ഈ പ്ലെയറിനെ കൊണ്ടുവരുന്നത്. മറ്റാരുമല്ല, ഏഞ്ചലോ സ്റ്റില്ലർ. സ്റ്റുട്ട്ഗാർഡിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള ഏഞ്ചലോ സ്റ്റില്ലറിനാണ് പിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഏഞ്ചലോ സ്റ്റില്ലറിന് പ്രോസും കോൺസും ഉണ്ടില്ല എന്ന് പറയുന്നില്ല. നമുക്ക് ഏഞ്ചലോ സ്റ്റില്ലറിനെ കുറിച്ചും നോക്കാം. അതായത് ഏഞ്ചലോ സ്റ്റില്ലർ ഇപ്പോൾ ഏകദേശം 24 വയസ്സാണ്. ബയൺ മ്യൂണിക്കിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. സോ വിച്ച് മീൻസ് മൂപ്പർ ഒരു ബിഗ് ക്ലബ് മെൻറ്റാലിറ്റി കൂടെ കടന്നുപോയ ഒരാളാണ് ബയൺ മ്യൂണിക്കിൽ. പിന്നെ ജർമ്മൻ ഇൻ്റർനാഷണലാണ്. അതിൻ്റെ കൂടെ തന്നെ മൂപ്പർ ഓൾറെഡി ഒരു DFB പൊക്കാൽ വിന്നറാണ്. 2024-2025 സീസണിൽ മൂപ്പർ ഒരു ട്രോഫി വിൻ ചെയ്തിട്ടുണ്ട്. സോ ട്രോഫി വിൻ ചെയ്യാത്ത ആളൊന്നുമല്ല. പിന്നെ ട്രാൻസ്ഫർ ഫീ ആണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൊണാലിക്കും ബലേബയ്ക്കും 100 മില്യൻ്റെ മുകളിൽ ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഏഞ്ചലോ സ്റ്റില്ലർക്ക് നമ്മൾക്ക് വേണമെങ്കിൽ 50 മില്യൺ അല്ലെങ്കിൽ 55 മില്യൺ 60 മില്യൻ്റെ ഒക്കെ അടുത്ത് യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ ഏഞ്ചലോ സ്റ്റില്ലർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കമ്പയറിംഗ് ടു ടൊണാലി ആൻഡ് ബലേബ, ഏഞ്ചലോ സ്റ്റില്ലർ ആ ഒരു പ്രൈസിന് വേർത്തായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഏഞ്ചലോ സ്റ്റില്ലറിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ടൊണാലിൻ്റെ ഹീറ്റ് മാപ്പ് കണ്ടു, ബലേബയുടെ ഹീറ്റ് മാപ്പ് കണ്ടു. നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് സ്റ്റില്ലറിൻ്റെ ഹീറ്റ് മാപ്പാണ്. ഈ സ്റ്റില്ലറിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? മൂപ്പര് ലെഫ്റ്റ് ഫൂട്ടർ പ്ലെയർ ആണെന്നുള്ള എൻ്റെ ശരിക്കുള്ള ഉത്തരം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൂപ്പര് ഡീപ്പിലോട്ട് വന്നിട്ട് പന്ത് എടുത്ത് അറ്റാക്കിംഗ് ഫേസിലോട്ട് വരുന്നതിൻ്റെ ഹീറ്റ് മാപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൂപ്പര് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്, അറ്റാക്കിങ്ങിലും മൂപ്പര് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഹീ ഈസ് എ ഡീപ്പ് ലൈൻ പ്ലേ മേക്കറാണ്. നോർമൽ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ മാത്രമല്ല, ഒരു പ്ലേ മേക്കർ കൂടിയാണ് ഏഞ്ചലോ സ്റ്റില്ലർ. ഇനി ഏഞ്ചലോ സ്റ്റില്ലറിൻ്റെ സ്റ്റാറ്റ്സിലൂടെ നമുക്ക് പോകാം. സോ ഏഞ്ചലോ സ്റ്റില്ലർ ഓൾറെഡി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ എക്സ്പെക്റ്റഡ് ഗോൾസിൽ 2.18 എക്സ്പെക്റ്റഡ് ഗോൾസ് മൂപ്പർക്ക് ഉണ്ട് ഈ സീസണിൽ. 5 അസിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് അസിസ്റ്റിൽ മൂപ്പര് ഫ്രണ്ടിലാണ്, 5.53 ഉണ്ട്. ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മൂപ്പര് ഫ്രണ്ടിലാണ്, ലോങ് ബോൾസിൽ മൂപ്പര് ഫ്രണ്ടിലാണ്, ക്രോസസിൽ മൂപ്പര് നല്ലതാണ്. ഇനി ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ, ടാക്കിൾസ്, ക്ലിയറൻസസ് ആൻഡ് ബ്ലോക്ക് ഷോട്ട്, ഡിഫെൻസീവ്ലി മൂപ്പര് വളരെ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഡ്യുവൽസ് 1. അതായത് ഏഞ്ചലോ സ്റ്റില്ലറാണ് ഗ്രൗണ്ട് ഡ്യുവൽസും ഏരിയൽ ഡ്യുവൽസും ബലേബിനെക്കാട്ടും കൂടുതലും ടൊണാലിനെക്കാട്ടും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർക്ക് ഏറ്റവും വേണ്ട വലിയൊരു കേപ്പബിലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യുവൽസ് വിൻ ചെയ്യലാണ്. ഞാനിവിടെ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഐ തോട്ട് ബലേബ വിൽ ബി ദ ഫസ്റ്റ് ഡ്യുവൽസ് വിൻ ചെയ്യുന്നത്. പക്ഷേ അല്ല, ബലേബേനും ടൊണാലിനും പിറകിലാക്കിക്കൊണ്ട് ഏഞ്ചലോ സ്റ്റില്ലറാണ് ഏറ്റവും കൂടുതൽ ഡ്യുവൽസ് കമ്പയർ ചെയ്യുമ്പോൾ വിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ആ ഒരു ചാർട്ട് ഞാൻ കാണിക്കാം, അതായത് കമ്പാരിസൺ ചാർട്ട് കാണിക്കാം 3 പ്ലെയറിനും. അതിൽ ഫസ്റ്റ് കാണുന്നത് ടൊണാലി, സെക്കൻഡ് കാണുന്നത് സ്റ്റില്ലർ, തേർഡ് കാണുന്നത് ബലേബയാണ്. സോ നിങ്ങൾ എന്നോട് സർപ്രൈസ്ഡ് ആയി പോകും. കാരണം നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രീമിയർ ലീഗിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയായിട്ട് സ്റ്റില്ലറിന് മാച്ച് ആക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ
ഈ സ്റ്റാറ്റ്സ് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് സ്റ്റില്ലർ ക്യാൻ അഡാപ്റ്റ് ടു പ്രീമിയർ ലീഗ് ആൻഡ് ഹീ വിൽ ബി റിസ്ക് കുറഞ്ഞൊരു ഓപ്ഷനായിട്ടാവും, ഒരു മിഡ്ഫീൽഡർ ആയിട്ടാവും നമ്മുടെ ടീമിൽ മൂപ്പര് വരാൻ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സ്റ്റില്ലറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എടുത്ത് പറയുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് CDM ആണ്. സോ അതായത് ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് CDM ഫുട്ബോൾ വേൾഡിൽ വളരെ കുറവാണ് പൊതുവെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ലെഫ്റ്റ് ഫൂട്ടഡ് ആകുമ്പോൾ അതൊരു റെയർ ആൻഡ് ടാക്ടിക്കലി കുറച്ച് റെയർ പ്ലെയർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ടാക്ടിക്കലി വാല്യുബിൾ ആക്കാൻ പോകുന്നൊരു പ്ലെയറാണ് നമ്മളെ ഈ ആഞ്ചലോ സ്റ്റീലർ. പിന്നെ പ്രോഗ്രസീവ് പാസിംഗ് ഉണ്ട്. മൂപ്പരുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെ പ്രോഗ്രസീവ് പാസിംഗ് ആണ്. അതായത് ഈ സൈഡ് വൈസ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കില്ല, സ്ട്രെയിറ്റ്, അതായത് കട്ട് ത്രൂ പാസസ് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ലിസാൻഡ്രോ മാർട്ടിൻസ് നമ്മൾ മിഡ്ഫീൽഡ് ഇറങ്ങി വന്ന് കൊടുക്കുന്ന പാസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം ആദ്യം ഒരു പ്രൊഫൈലാണ് സ്റ്റില്ലർ. അതായത് ഈ നോൺസെൻസ് പാസിംഗ് ഇല്ല, സ്ട്രെയിറ്റ് ഓൺ ദ ത്രോട്ട് സ്ട്രെയിറ്റ് പാസിംഗ് നടത്തുന്ന പ്രോഗ്രസീവായിട്ട് പാസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് സ്റ്റില്ലർ. എനിക്കാണ് അതാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ വേണ്ടതും. പിന്നെ മൂപ്പരുടെ വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം പൊസിഷനലി അവെയറാണ് മൂപ്പര്. അതായത് ടാക്ടിക്കലി ആൻഡ് പൊസിഷനലി വളരെ അവെയർനെസ് കാണിക്കുന്ന പ്ലെയറാണ് ഏഞ്ചലോ സ്റ്റെല്ലർ. അതായത് ചുമ്മാ അങ്ങനെ ഓടി നടന്ന് കുറേ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന പ്ലെയർ അല്ല. മൂപ്പരുടെ പണി മൂപ്പര് കൃത്യമായിട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. പിന്നെ പ്രസ്സിങ് ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് മൂപ്പര് അധികം പെട്ടെന്ന് പ്രസ് ചെയ്താലും മൂപ്പര് ബോൾ ലൂസ് ചെയ്യുന്ന പ്ലെയർ അല്ല. ഏജ് ആണെങ്കിലും ഇനിയോസിൻ്റെ കാറ്റഗറി വരുന്നതാണ്, പ്രൈസ് ആണെങ്കിലും ഇനിയോസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. പിന്നെ സീലിംഗ് ആണെങ്കിലും ഐ തിങ്ക് ഹീ വിൽ ബി ബെറ്റർ ദാൻ നമ്മുടെ സാധാ നോർമലായിട്ട് ലിങ്ക്ഡ് ആവുന്ന എല്ലാ മിഡ്ഫീൽഡേഴ്സിനെക്കാട്ടും ഏഞ്ചലോ സ്റ്റീലറിൻ്റെ സീലിംഗ് വളരെ വലുതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫ് കോഴ്സ് നമ്മൾ പ്രോസ് പറയുമ്പോൾ കോൺസും പറയുന്നത് ഏഞ്ചലോ സ്റ്റീലറിൻ്റെ നെഗറ്റീവ് ഭാഗം നോക്കുകയാണെങ്കിൽ ഏഞ്ചലോ സ്റ്റീലർ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ അല്ല. ഇവിടെ വന്നിട്ട് പ്രൂവ് ആക്കേണ്ട പ്ലെയർ ആണ്, അല്ലെങ്കിൽ പ്രൂവ് ആവേണ്ട ഒരു പ്ലെയർ ആണ്. ഇവിടെ വന്ന് പല മിഡ്ഫീൽഡേഴ്സും ഫെയിൽ ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ 45 മില്യൺ അല്ലെങ്കിൽ ഒരു മാക്സിമം 60 മില്യണിനൊക്കെ ഐ തിങ്ക് ഹീസ് എ റിസ്ക് വർത്ത് ടേക്കിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ നെഗറ്റീവ് എന്നായിട്ട് പറയുന്നില്ല, പക്ഷേ സ്റ്റുട്ട്ഗാർട്ട് ഒരിക്കലും ഒരു ചാമ്പ്യൻസ് ലീഗ് ലെവൽ ക്ലബ്ബ് അല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ സ്റ്റില്ലർ അതിനുവേണ്ടി നമ്മുടെ ടീമിനെ എലിവേറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ്. ലെവൽ ഓഫ് കോമ്പറ്റീഷൻ കൂടും സ്വാഭാവികമായിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഫാൻസിൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ നിന്ന് ചിലപ്പോൾ ടൊണാലി അല്ലെങ്കിൽ ബലേബി ആയിരിക്കും ബെറ്റർ എന്ന് തോന്നും. സ്റ്റില്ലർ ഒരു ഫാൻ ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ സ്റ്റില്ലർ വിൽ ബിക്കം എ ഫാൻ ഫേവറേറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളിവിടെ 3 പ്ലേയേഴ്സിൻ്റെ ഹീറ്റ് മാപ്പ് കണ്ടു, സ്റ്റാറ്റ്സ് കണ്ടു, അവരുടെ ഏജ് എത്രയെന്ന് കണ്ടു, അതേപോലെ തന്നെ എൻ്റെ വേർഡിക്റ്റ് നിങ്ങൾ കേട്ടു. ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളെ വേർഡിക്റ്റാണ്. അതായത് 100 മില്യൺ അല്ലെങ്കിൽ 100 മില്യൻ്റെ മുകളിൽ കൊടുത്തുകൊണ്ട് നിങ്ങളൊരു പ്ലെയറിനെ കൊണ്ടുവരുമോ, അതോ നമുക്ക് വേണ്ട ഒരു പ്ലെയറിനെ ഒരു 60 മില്യൺ കൊടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സോ ഐ വോണ്ട് ടു നോ ദാറ്റ്. മിറാജ് ജെനുവലി വോണ്ട് ടു നോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. സോ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ആരെയായിരിക്കും നിങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്ക് വേണ്ട പ്രൊഫൈൽ ആരാണ്, നമുക്ക് വേണ്ട പ്ലെയർ ആരാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യുണൈറ്റഡ് ഫാനായി നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഇങ്ങനത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ഐ വിൽ സീ യു സൂൺ. കിറ്റ് ഗേറ്റ് ബ്രേക്കാണ്, പക്ഷേ പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുക.